ഇറാനുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായുള്ള ദീർഘകാല കരാറിന്റെ നിബന്ധനകളോട് ഇറാൻ ഒരു പരിധിവരെ സമ്മതിച്ചു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ പ്രശ്നം ബുദ്ധിപൂർവമായും അക്രമാസക്തമല്ലാതെയും പരിഹരിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. I want to make a deal with Iran. I want to do something if it's possible. But for that to happen, it must stop sponsoring terror, halt its bloody proxy wars, and permanently and verifiably cease its pursuit of nuclear weapons. They cannot have a nuclear weapon. അമേരിക്ക മിഡിൽ ഈസ്റ്റിന്റെ ശക്തമായ സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കിയാണ് ട്രംപ് ഇന്ന് UAEയിൽ എത്തിയത്. ട്രംപിന്റെ UAE സന്ദർശനത്തിന് വൻ പ്രാധാന്യമാണ് രാഷ്ട്രീയ വ്യാവസായിക വൃത്തങ്ങൾ കൽപ്പിക്കുന്നത്. NVIDIAയുടെ ഏറ്റവും നൂതനമായ AI ചിപ്പുകൾ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതി ഉൾപ്പെടെ സുപ്രധാനമായ ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പണമയക്കുന്നവർക്ക് സുവർണാവസരം. ഒരു UAE ദിർഹത്തിന്റെ ഇന്നത്തെ മൂല്യം 23 രൂപ 25 പൈസയാണ്. പ്രധാന കേന്ദ്ര ബാങ്ക് തീരുമാനങ്ങൾ വരാനിരിക്കുന്നതിനാലും ഇന്ത്യ പാക് സംഘർഷത്തിലെ അനിശ്ചിതത്വവും മൂലം രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിലും ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ നിഗമനം. സ്വർണ്ണവില ഇടിഞ്ഞു. ജ്വല്ലറി ഉടമകൾ നിരാശയിൽ. ആഗോളതലത്തിൽ ഇന്ന് വീണ്ടുമുണ്ടായ കുത്തനെയുള്ള ഇടിവാണ് ഗൾഫ് മാർക്കറ്റിലും പ്രതിഫലിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ദുബായിൽ വില 8 ദിർഹം 25 ഫിൽസാണ് കുറഞ്ഞത്. US ചൈന വ്യാപാര സംഘർഷം താൽക്കാലികമായി അവസാനിച്ച സാഹചര്യത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുറയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പേരിൽ തട്ടിപ്പ്, കരുതിയിരിക്കണമെന്ന് വ്യാപാരികൾക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ്. ദുബായ് മുനിസിപ്പാലിറ്റി ഏതെങ്കിലും പ്രത്യേക മാഗസിൻ പ്രസിദ്ധീകരിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി പരസ്യങ്ങളോ വാണിജ്യ സ്പോൺസർഷിപ്പുകളോ ശേഖരിക്കാൻ ഒരു ബാഹ്യ ഏജൻസിക്കോ വ്യക്തിക്കോ അധികാരമില്ലെന്നും മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കി. പല ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റീസ് ആൻഡ് യൂണിയൻ മാഗസിൻ എന്ന പ്രസിദ്ധീകരണത്തിനായി അഭിനന്ദന പരസ്യങ്ങൾ വാങ്ങുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ബിസിനസ് ഉടമകൾക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയത്. ഷാർജ വ്യവസായ മേഖല 6 വെയർഹൌസിൽ തീപിടുത്തം. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 10:30യോടെയാണ് കാർ സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിൽ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അബുദാബി നഗരത്തിൽ വലിയ വാഹനങ്ങൾക്ക് വിലക്ക്. തൊഴിലാളികളെ കയറ്റിയ ബസ്, ട്രക്ക്, ട്രെയിലർ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്കാണ് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് താൽക്കാലികമായി വിലക്കുള്ളത്. ഇന്നുച്ചയ്ക്ക് 12 മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 വരെയാണ് വിലക്ക്. ഗ്ലോബൽ വില്ലേജ് സീസൺ 29 വരുന്ന ഞായറാഴ്ച അവസാനിക്കും. അന്തിമ ക്ലിയറൻസ് വിൽപ്പന ആരംഭിച്ചു. പല ഉൽപ്പന്നങ്ങൾക്കും 70% വരെ വിലക്കിഴിവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജിനായി കപ്പൽ മാർഗം യാത്ര ചെയ്യുന്ന ആദ്യ തീർത്ഥാടക സംഘം ജിദ്ദയിലെത്തി. സുഡാനിൽ നിന്നുള്ള 1407 തീർത്ഥാടകരാണ് ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്ത് എത്തിയത്. ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി അഹമ്മദ് ബിൻ സുഫിയാൻ അൽ ഹസനും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ആദ്യ സംഘത്തെ സ്വീകരിച്ചു. മക്കയിൽ ഇപ്പോൾ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് തണൽ ലഭിക്കുന്നതിനായി ഹറമിൽ പന്തൽ കെട്ടി ഒരുക്കിയിട്ടുണ്ട്. ഹ്രസ്വ സന്ദർശനാർത്ഥം UAEയിലെത്തിയ ഇരിങ്ങൽ കോട്ടക്കലിലെ പൗരപ്രമുഖനും ദീർഘകാലം പ്രവാസിയുമായിരുന്ന CP അബ്ദുറഹ്മാൻ ഹാജിയെ എമിറേറ്റ്സ് കോട്ടക്കൽ വെൽഫെയർ അസോസിയേഷൻ ആദരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫസൽ P, മുറാദ് അബ്ദുൾ റസാഖ്, ഷമീൽ അസ്ബി, ഷിറാസ് PT, മജീദ് P, സിറാജ് CP എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി MK നവാസ് സ്വാഗതവും സക്കരിയ നന്ദിയും പറഞ്ഞു.